പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. യൂട്യൂബിലൂടെ ഈ ദൈവവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവവചന ശ്രോതാക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം സഹായിക്കുമാറാകട്ടെ. 1-2 എപ്പിസോഡുകളായി തുടർമാനമായി ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഷയം സംസാരിപ്പാം എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യമാണ് നമ്മളുടെ ഈ ദിവസങ്ങളിലെ വചന ചിന്തകൾക്ക് ആധാരമായിട്ടുള്ളത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നിന്ന് ആ വാക്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇവിടെ ഈ ദിവസങ്ങളിലെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായി ചിന്തിക്കുന്ന വിഷയം കുടുംബം, ഫാമിലി എന്നുള്ള വിഷയമാണ്. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധയോടെ ഈ വചന പഠനം ശ്രവിക്കുക. ഇതിനകത്ത് എൻ്റെ അഭിപ്രായമില്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമില്ല. വചനം എന്തു പറയുന്നു എന്നുള്ളതിനെ മാത്രം നാം ധ്യാനിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ വാക്യം മുഴുവനായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും എൻ്റെ കുടുംബവുമോ, ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കേൾക്കുന്ന നിങ്ങൾ പൂരിപ്പിക്കുക. പല ആളുകൾക്കും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ പണത്തെ സ്നേഹിക്കും അല്ലെങ്കിൽ സേവിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ജോലിയെ സേവിക്കും എന്ന് പറയുന്നവരുണ്ട്. അവരവരുടെ പ്രയോറിറ്റി എന്തിനാണോ അതിനെ മാത്രമേ അവർക്ക് സേവിക്കാൻ കഴിയൂ. എന്നാൽ ദൈവം കുടുംബം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് യഹോവയെ സേവിക്കുവാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങൾക്കൊരു കുടുംബം അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ ദൈവിക ഉദ്ദേശം നിങ്ങൾ യഹോവയെ സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ ഇന്നതിനെ സേവിക്കും കുടുംബമായി എന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവുമോ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വാക്യം നിങ്ങൾക്ക് പൂരിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഇത് യോശുവയുടെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ യോശുവ ഇസ്രായേലിന്റെ രണ്ടാമത്തെ നേതൃത്വമാണ്. മോശയ്ക്ക് ശേഷമുള്ള അടുത്ത നേതൃത്വമാണ് യോശുവ. യോശുവ തന്റെ ശുശ്രൂഷയും നേതൃത്വവും ദൗത്യം അവസാനിപ്പിക്കുമ്പോൾ യോശുവയുടെ ഒരു വിടവാങ്ങൽ സന്ദേശം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. യോശുവ തന്റെ നേതൃത്വം അവസാനിപ്പിക്കുമ്പോൾ തന്റെ മരണത്തിന് തൊട്ടുമുമ്പ് നടത്തിയ വിടവാങ്ങൽ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ താൻ പറഞ്ഞ തന്റെ നിലപാടാണ് ഈ വാക്യത്തിന്റെ കുറുവാക്യമായി നമ്മൾ ഈ ദിവസങ്ങളിലെ പഠനത്തിന് വേണ്ടിയുള്ള വിഷയമായി നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വിവാഹം കഴിച്ച് ആരംഭ ദിവസങ്ങളിലോ ആരംഭ നാളുകളിലോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. യോശുവ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തനിക്ക് 110 വയസ്സ് പ്രായമുണ്ട്.
എന്ന് പറഞ്ഞാൽ യോശുവയുടെ ജീവിതത്തിന്റെ അധ്വാനപൂർണമായ ഒരു ജീവിതത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. രാവും പകലും വിശ്രാമമില്ലാതെ അദ്ദേഹം അധ്വാനിച്ചു. വിശ്രമരഹിതമായിട്ടുള്ളൊരു ജോലി അദ്ദേഹം ചെയ്തു. ഇപ്പോൾ തനിക്ക് 110 വയസ്സ് പ്രായമായി. ആ 110 വയസ്സ് പ്രായമായ യോശുവയാണ് പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അല്ലാതെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിലോ ആരംഭ നാളുകളിലോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്. എന്ന് പറഞ്ഞാൽ അനേക പതിറ്റാണ്ടുകൾ കുടുംബജീവിതം നയിച്ച് ഒടുവിൽ 110 വയസ്സിലാണ് അദ്ദേഹം പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ജീവിതത്തിന്റെ അവസാനത്തെ മൂമെന്റ് വരെ പ്രായവ്യത്യാസമില്ലാതെ ആർക്കും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ളത്. അപ്പോൾ കുടുംബം യഹോവയെ സേവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിച്ചു പറയുകയാണ്. ഇന്ന് അതിപ്രധാനമായും കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ 3 പ്രധാനപ്പെട്ട സബ് ഹെഡിങ്ങുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുന്നത്. ആ സബ് ഹെഡിങ്ങിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ നാം കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 1, കുടുംബം ദൈവത്താൽ പണിയപ്പെടണം. 2, കുടുംബം ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം. 3, കുടുംബം ദൈവത്തിനായിട്ട് ആയിരിക്കണം. ഈ 3 സബ് ഹെഡിങ്ങിൽ നിന്നുകൊണ്ടാണ് കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി സംസാരിക്കുന്നത്. 1, കുടുംബം ദൈവത്താൽ പണിയപ്പെടണം. 2, കുടുംബം ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം. 3, കുടുംബം ദൈവത്തിനായിട്ട് ആയിരിക്കണം. സ്തോത്രം. ഇത് 3 വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ചിലപ്പോൾ എപ്പിസോഡുകൾ കൂടിയേക്കാം. എങ്കിലും നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കി പോകുന്നത് ഉചിതമെന്ന് കർത്താവിൽ കരുതുകയാണ്. ഇത് 3 കൂടെ നമ്മളൊന്ന് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കിയാൽ, ഏതാണ് ഈ 3? മുമ്പേ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത് 3 കൂടെ നമ്മുടെ ലൈഫിൽ ഒന്ന് നമ്മൾ പ്രായോഗികമാക്കിയാൽ നമ്മുടെ കുറുവാക്യം സാധ്യമാക്കും. എന്താണ്? കുടുംബം ദൈവത്താൽ പണിയപ്പെട്ട് കുടുംബം ദൈവത്തിന്റെ കൂടെയായി, കുടുംബം ദൈവത്തിന് വേണ്ടിയായി തീർന്നാൽ നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ഗാഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, വളരെ ഗൗരവമുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദൈവത്താൽ സ്ഥാപിക്കപ്പെടുന്നതായിരിക്കണം കുടുംബം. അതാണ് കുടുംബം ദൈവത്താൽ പണിയപ്പെടണമെന്നതിന്റെ ആശയം. 2, കുടുംബം ദൈവത്താൽ നടത്തപ്പെടുന്നതായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, കുടുംബം ദൈവത്തോടു കൂടെ ആയിരിക്കണം. 3, കുടുംബം ദൈവത്തിന് വേണ്ടി പണിയപ്പെടുന്നതാകണം. അതാണ് മൂന്നാമത്തെ ആശയം ഞാൻ പറഞ്ഞത്, കുടുംബം ദൈവത്തിന് വേണ്ടി ആയിരിക്കണം. ഇത് 3 സിമ്പിളായി പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കാം. ആട്ടെ, നിങ്ങളുടെ കുടുംബം ദൈവത്താൽ പണിയപ്പെടുന്ന കുടുംബമാണോ? നിങ്ങളുടെ കുടുംബം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട കുടുംബമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ കുടുംബം ദൈവത്തോടു കൂടെ ദൈവത്താൽ നടത്തപ്പെടുന്ന കുടുംബമാണോ? അനുദിനം നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ നടത്തപ്പെടുന്നതാണോ? നിങ്ങളുടെ കുടുംബം ദൈവത്തിനു വേണ്ടി ദൈവത്തിനായി പണിയപ്പെടുന്ന കുടുംബമാണോ? കർത്തൃദാസനെ, സഹോദര സഹോദരി, ഒന്ന് ചിന്തിച്ചു നോക്കുക. മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കുക.
അല്ല എങ്കിൽ ഈ ദിവസങ്ങളിലെ വചന പഠനം നിങ്ങൾക്ക് പ്രയോജനമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരു കുടുംബം ആരംഭിക്കുന്നത് വിവാഹത്തോടു കൂടെയാണ്. ഒരു വിവാഹത്തോടു കൂടെയാണ് ഒരു കുടുംബം ആരംഭിക്കുന്നത്. അപ്പോൾ വിവാഹത്തിന്റെ ആലോചന മുതൽ നാം ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. വിവാഹത്തിന്റെ ആലോചന മുതൽ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. ഒരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്, അടി തെറ്റിയാൽ ആനയും വീഴും. ഞാൻ അതിങ്ങനെ പറയുന്നു, വിവാഹത്തിന്റെ ആലോചന തെറ്റിയാൽ ഏത് കുടുംബവും വീഴും. നമുക്കത് തുടർന്നുള്ള പഠനത്തിൽ മനസ്സിലാകും. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഒരു കുടുംബം ആരംഭിക്കുന്നത് വിവാഹത്തിലൂടെയാണെങ്കിൽ ആ വിവാഹത്തിന്റെ ആലോചന വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ കുടുംബത്തെക്കുറിച്ച് വളരെ ദീർഘമായി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായം നമ്മുടെ ബൈബിളിലുണ്ട്. സ്തോത്രം. ഏകദേശം എന്നല്ല 67 വാക്യങ്ങൾ ഉള്ള ഒരധ്യായം നമ്മുടെ ബൈബിളുണ്ട്. അത് മുഴുവൻ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുകളിൽ പറഞ്ഞ 3 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ടല്ലോ, സബ് ഹെഡിങ്ങിൽ, അത് 3 ഈ അധ്യായത്തിനകത്തുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സൃഷ്ടിയുടെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള നിഗൂഢതകളാണ് അതിനകത്ത് മുഴുവൻ. സൃഷ്ടിയുടെ വലിയ ചരിത്രമാണ്. ആ സൃഷ്ടിയിലെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള നിഗൂഢതകളാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 31 വാക്യങ്ങളിലൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ സൃഷ്ടിയുടെ അത്ഭുതങ്ങളിലെ നിഗൂഢത അറിയാൻ 31 വാക്യങ്ങൾ മതി. പക്ഷേ ഒരു കുടുംബജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ 67 വാക്യങ്ങളുള്ള ഒരു അധ്യായം ദൈവം മാറ്റിവെച്ചു. ആ അധ്യായം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ് 67 വാക്യങ്ങൾ കൊണ്ട് ഒരു കുടുംബത്തെക്കുറിച്ച്, മുകളിൽ പറഞ്ഞ സബ് ഹെഡിങ്ങുകളെ കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിലേക്ക് വരാം. അപ്പോൾ ഉൽപ്പത്തി 1-ൽ സൃഷ്ടിയുടെ അത്ഭുതങ്ങളിലെ നിഗൂഢതകളെ കുറിച്ചാണ് പറയുന്നത്. ഗാലക്സികൾ ഉണ്ടായതിനെ കുറിച്ച്, പ്രപഞ്ചങ്ങൾ ഉണ്ടായതിനെ കുറിച്ച്, പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഇതിൻ്റെയൊക്കെ അത്ഭുതകരമായ നിഗൂഢമായ രഹസ്യങ്ങളാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ടാണ് 31 വാക്യങ്ങളിൽ ദൈവം അത് ചുരുക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ചോ നക്ഷത്രങ്ങളുടെ ഗാലക്സിയെ കുറിച്ചോ നിങ്ങൾ സുവോളജിയോ ബോട്ടണിയോ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ദൈവം അത് 31 വാക്യങ്ങളിൽ ഒതുക്കിയത്. പക്ഷേ നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് അറിയേണ്ടത് പലതും നന്നായി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ദൈവം അത് 67 വാക്യങ്ങളിൽ നമുക്ക് നമ്മളുടെ ബുദ്ധിയുപദേശത്തിനായി നൽകി തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ ദൈവം കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. ദൈവം ഭൂമിയിൽ ആദ്യം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ഹിതങ്ങൾ മുഴുവൻ ദൈവം നടപ്പിലാക്കുന്നത് കുടുംബത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിശാച് ആദ്യം തന്നെ ദൈവഹിതം പൊളിക്കാൻ ദൈവം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷനായ ഫാമിലിയെ ആക്രമിച്ചത്. ഇന്നും സാത്താൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ബൈബിൾ പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മുതൽ കുടുംബങ്ങളുടെ ഒരു വലിയ നീണ്ട വിശദീകരണം ബൈബിൾ തരുന്നു. മാതൃകയായി ജീവിച്ച കുടുംബങ്ങൾ, തെറ്റായിപ്പോയ കുടുംബങ്ങൾ, പരാജയപ്പെട്ട കുടുംബങ്ങൾ, ചിതറിപ്പോയ കുടുംബങ്ങൾ, നല്ല കുടുംബങ്ങൾ,
ഇതെല്ലാം ഉദാഹരണ സഹിതം ദൈവാത്മാവ് ബൈബിളിൽ വിശദീകരിച്ചിരിക്കുന്നത് നമ്മളുടെ ബുദ്ധിപദേശത്തിനും ദൃഷ്ടാന്തത്തിനും നാം അത് മനസ്സിലാക്കി ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കുടുംബമായി മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിന് ഈ വചന പഠനം ഒരു വലിയ മുഖാന്തരമായി തീരട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യാതൊരു വിധമായ മുൻവിധിയുമില്ലാതെ വേണം നിങ്ങൾ ഈ പഠനത്തെ സമീപിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇതിനകത്തുനിന്ന് പ്രാപിക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ് പ്രാർത്ഥനയോടെ. 3 സബ് ഹെഡിങ്ങുകൾ നമ്മൾ കണ്ടതിൽ ആദ്യത്തെ സബ് ഹെഡിങ്ങിലേക്ക് പ്രവേശിക്കുന്നു. കുടുംബം ദൈവത്താൽ പണിയപ്പെടണം. കുടുംബത്തിന്റെ അടിസ്ഥാനം ദൈവമായിരിക്കണം. ഇതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കാൻ പോകുന്ന സബ് ഹെഡിങ്. നമുക്കറിയാം, കുടുംബം ദൈവത്താൽ പണിയപ്പെടണം എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗം 127 സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യമാണ്. 127 സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യമാണ്. അവിടെ യഹോവ വീട് പണിയാതിരുന്നാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. അപ്പൊ ദൈവം പണിയുന്ന വീടും ദൈവം പണിയാത്ത വീടുമുണ്ട്. അതുകൊണ്ടാണല്ലോ യഹോവ വീട് പണിയാതിരുന്നാൽ. യഹോവ പണിയാത്ത വീടിനകത്തെ അധ്വാനമെല്ലാം വൃഥാവാകുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ കുടുംബത്തെ ഒരു കെട്ടിടത്തോടോ അല്ലെങ്കിൽ വീടിനോടൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ ചില ബുദ്ധിസ്റ്റുകൾ, നിരീശ്വരവാദികളൊക്കെ ചോദിക്കും, യഹോവയ്ക്ക് നേരിട്ട് വന്നങ്ങ് വീട് പണിത് കൊടുത്തൂടെ എന്ന്. നേരിട്ട് വന്ന് യഹോവയ്ക്ക് വീട് പണിത് കൊടുക്കേണ്ട കാര്യമില്ല. പകരം ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കുടുംബങ്ങൾ പണിയാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് തിരുവെഴുത്തുകൾ, ദൈവത്തിന്റെ ശ്വാസമായ വചനം. യഹോവ വീട് പണിയുന്നത് ഇന്ന് വചനത്തിലൂടെയാണ്. യഹോവ നേരിട്ട് വന്ന് വീട് പണിത് കൊടുക്കുകയല്ല, അവന്റെ വചനത്തിലൂടെയാണ് അവൻ വീട് പണിയുന്നത്. സ്നേഹിത, വചനത്തിലൂടെ പണിയപ്പെടുന്ന വീടാണോ നിങ്ങളുടെ വീട്? യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പാറമേൽ വീട് പണിത മനുഷ്യൻ, മണൽമേൽ വീട് പണിത മനുഷ്യൻ, 2 തരത്തിലുള്ള വീട് പണിയുണ്ട്. അതിൽ പാറമേൽ വീട് പണിത മനുഷ്യൻ അവനെ ബുദ്ധിയുള്ള മനുഷ്യനോടാണ് സൂചിപ്പിക്കുന്നത്. ആ പാറ ഏതായിരുന്നു? ആ പാറ ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അർത്ഥാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, മണലിന്മേൽ പണിത വീടിനും പാറമേൽ പണിത വീടും രണ്ടിനും പ്രതികൂലം ഉണ്ടായി. കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, ഉലച്ചിലുണ്ടായി. പക്ഷേ മണലിന്മേൽ പണിത വീട് നിലംപരിചയായപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്മേൽ അടിസ്ഥാനമിട്ട് പണിത വീട് കുലുങ്ങാതെ നിന്നു. നിന്റെ വീട് ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിതിരിക്കുന്നതെങ്കിൽ നിശ്ചയം നിന്റെ വീടിനോടും പോരാട്ടമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ നിന്റെ വീട് കുലുങ്ങത്തില്ല. നിന്റെ വീട് ശക്തമായി നിലനിൽക്കാൻ പോവുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ഇന്ന് യഹോവയായ ദൈവം വീട് പണിയുന്നത്. നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വളരെ ഗൗരവമായി ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലേക്കൊന്ന് പോവുകയാണ്. കുടുംബം ദൈവത്താൽ പണിയപ്പെടണമെന്നുള്ള ഈ സബ് ഹെഡിങ് ചിന്തിപ്പാൻ നമുക്ക് വളരെ വേഗം പോകേണ്ടത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി ബൈബിൾ തുറന്ന് 24-ാം അധ്യായം ഓപ്പൺ ചെയ്യുക. ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ ശരിയാണോ എന്നറിയാം. അല്ലാതെ നിങ്ങൾ ഈ അധ്യായം മുഴുവൻ ഇരുന്ന് വായിച്ച് തീർക്കരുത് ദയവായി. നമുക്ക് ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി 24-ൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനു വേണ്ടി ഒരു വിവാഹം നടക്കണം. അതിന്റെ ചരിത്രമാണ് ഉൽപ്പത്തി 24-ന്റെ വിശദീകരണം. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്
അദ്ദേഹത്തിന് വേണ്ടി ഒരു വിവാഹം നടക്കണം. അപ്പോൾ ന്യായമായ ഒരാവശ്യമാണ് ഇത്. എന്താണ്? അബ്രഹാമിന്റെ ന്യായമായ ഒരു ആവശ്യമാണിത്. തൻ്റെ മകനായ ഇസഹാക്കിന് ഒരു കല്യാണം നടക്കണം, ഒരു വിവാഹം നടക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കുമുള്ള ഒരു ബുദ്ധി ഉപദേശമാണിത്. നിങ്ങളൊരു മാതാവാണോ, നിങ്ങളൊരു പിതാവാണോ, നിങ്ങളുടെ കുഞ്ഞ് കൊച്ചിതാണോ, പ്രായമുള്ളതാണോ, എന്തുമാകട്ടെ, എല്ലാ മാതാപിതാക്കന്മാർക്കുമുള്ള ദൈവവചനത്തിലൂടെയുള്ള ഒരു ബുദ്ധി ഉപദേശമാണിത്. തൻ്റെ മകനായ ഇസഹാക്കിന് വിവാഹപ്രായം എത്തിയെന്നും അവനൊരു വിവാഹം വേണമെന്നുമുള്ളത് അബ്രഹാമിന്റെ ന്യായമായ ആവശ്യമായിരുന്നത് കൊണ്ട് താൻ അതിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഒരുക്കം ആരംഭിക്കുന്നത് ഇസഹാക്കല്ല, തൻ്റെ പിതാവാണ്. സ്തോത്രം. അപ്പോൾ മാതാപിതാക്കന്മാരോടുള്ള ഒരു ബുദ്ധിപദേശം, നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായം എത്തിയാൽ അവർക്ക് ചേർന്ന, അവർക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി അവരെ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുത്തേണ്ട ചുമതല മാതാപിതാക്കന്മാർക്കാണ്. ഇത് മാതാപിതാക്കന്മാരുടെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കടപ്പാടാണ്, ഉത്തരവാദിത്തമാണ്. സ്തോത്രം. എന്നാൽ ഈ കാര്യത്തിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഞാനതിലേക്ക് വരുന്നു. ഇന്ന് പലയിടത്തും മക്കൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ അവർക്ക് അനുയോജ്യമായ, അവർക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി അവരെ വിവാഹത്തിലേക്ക് നയിക്കുന്നതിൽ മാതാപിതാക്കന്മാർ പരാജയപ്പെടുന്നു. ഇന്ന് തലമുറകൾ സ്വയമായി പങ്കാളിയെ കണ്ടെത്തുന്നു. പിന്നീട് അതിൻ്റെ വരുംവരായികൾ, അതിൻ്റെ ദുരന്തങ്ങൾ അവർ ചിന്തിക്കുന്നില്ല. രണ്ട്, ഈ തലമുറകൾ പലരും അവർ കണ്ടെത്തിയ പങ്കാളിയെ അത് അറേഞ്ച് മാരേജായി നടത്തി തരണമെന്ന് മാതാപിതാക്കളെ പുഷ് ചെയ്യുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയൊക്കെ ചെയ്ത് മാതാപിതാക്കളെ കൊണ്ട് അത് സമ്മതിപ്പിച്ച് നടത്തുകയാണ്. അതും ഒരു പരാജയമാണ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറ്റിയ, ചേർന്ന ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിയത് ബോധ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളെ വിവാഹ ബന്ധത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. സ്തോത്രം. അതാണ് ഈ 24-ാം അധ്യായം കാണിക്കുന്ന ഒന്നാമത്തെ സന്ദേശം. ഇവിടെ ഇസഹാക്കല്ല, പകരം മകന് വിവാഹപ്രായം എത്തിയപ്പോൾ മകനെ വിവാഹത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ഘടകങ്ങൾ ആലോചിക്കുന്ന അബ്രഹാമിനെ കാണുന്നു. വിവാഹ ആലോചന ആരംഭിക്കുകയാണ്. ഞാൻ ഇതിനകത്തുനിന്ന് പ്രാരംഭമായി ഈ ക്ലാസ്സിൽ ചിന്തിക്കുന്നത്, മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് പ്രാരംഭമായി പറയാൻ പോകുന്നത്. അതില് ഒരു കാര്യം മാത്രം പറഞ്ഞ് ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ മക്കൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തി കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത അവരുടെ കടപ്പാടാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട 2-3 കൂട്ടം കാര്യങ്ങൾ. സ്തോത്രം. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവചനത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസഹാക്കിന് വിവാഹപ്രായം എത്തിയപ്പോൾ ഇസഹാക്ക് തന്നെ ഒരു കല്യാണം നടത്തുകയായിരുന്നില്ല. അല്ലെങ്കിൽ തനിക്ക് വിവാഹപ്രായം എത്തിയല്ലോ എന്ന് കരുതി ഇസഹാക്ക് തന്നെ തനിക്കൊരു കല്യാണ ആലോചന നടത്തുകയായിരുന്നില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അങ്ങനെ സ്വയം ആലോചന നടത്തിയവരും സ്വയം കല്യാണം നടത്തിയവരുടെയൊക്കെ പരാജയങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. കണ്ണോടിച്ച് നോക്കിയാൽ മതി. എന്നാൽ ഇവിടെ തൻ്റെ മകന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്താഭാരമുണ്ടായത് അപ്പനായ അബ്രഹാമിനാണ്.
മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്താഭാരമുള്ള മാതാപിതാക്കന്മാർക്ക് നിശ്ചയമായും അവരുടെ വിവാഹപ്രായം എത്തുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു കാളലുണ്ടാകും, സ്വാഭാവികമാണ്. അബ്രഹാം എന്താണ് ചെയ്തത്? തൻ്റെ മകന്റെ വിവാഹ ആലോചനയ്ക്ക് വേണ്ടി അബ്രഹാം ഡയറക്റ്റ് ഇറങ്ങാതെ പകരം തൻ്റെ വീട്ടിലെ വിശ്വസ്ത ദാസനായ എലയാസറിനെ ഈ ദൗത്യം ഏൽപ്പിച്ചു വിടുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അബ്രഹാമിന്റെ വീട്ടിൽ ദാസന്മാർ ഒരു പക്ഷേ എലയാസർ മാത്രമായിരിക്കത്തില്ല, പലരും ഉണ്ടായേക്കാം. പക്ഷേ വിശ്വസ്ത ദാസനായ എലയാസറിനെയാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഈ ദൗത്യം ഏൽപ്പിച്ച് വിടുകയാണ്. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, അബ്രഹാമിന് ഒറ്റ മകനേ ഉള്ളൂ, അതും താൻ സ്നേഹിച്ച സാറയിൽ നിന്നുണ്ടായി. ബാക്കിയൊക്കെ വെപ്പാട്ടികളിൽ നിന്നും ഒക്കെ ഉണ്ടായതാണ്, ജഡീക സന്തതികളാണ്. അപ്പോൾ ഇത്രയും താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനായ ഇസഹാക്കിന് ഒരു പെണ്ണെടുക്കാൻ ഒരു വിവാഹ ആലോചന നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാം ഡയറക്റ്റ് പോകാതിരുന്നത്? അബ്രഹാം ഡയറക്റ്റ് പോവുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് തൻ്റെ ദാസനായ വിശ്വസ്ത ദാസനായ എലയാസറിനെ ഈ കാര്യം ഫലമേൽപ്പിച്ചത്? തിരഞ്ഞെടുപ്പ് നടത്താൻ അബ്രഹാം ഡയറക്റ്റ് പോയി ചെയ്യുന്നതല്ലായിരുന്നു ഉചിതം. സ്തോത്രം. എനിക്ക് മനസ്സിലായൊരു കാര്യം, അബ്രഹാം പാർക്കുന്ന ദേശം ആ ദേശത്ത് ഉള്ള ആളുകൾ മുഴുവൻ ജാതികളായ ആളുകളാണ്, കനാന്യരായിട്ടുള്ള ആളുകളാണ്. നല്ല സൗന്ദര്യമുള്ള വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളൊക്കെ അബ്രഹാം പാർക്കുന്ന ദേശത്തുണ്ട്. പക്ഷേ അവർ ജാതികളാണ്, അവർ കനാന്യരായിട്ടുള്ള ജാതീയ ആളുകളാണ്. അവർക്ക് സത്യദൈവത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാണ്, അവർ വീണ്ടും ജനിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ അബ്രഹാം തീരുമാനിച്ചു, താൻ പാർക്കുന്ന ഈ ദേശത്തുനിന്ന് തൻ്റെ മകനൊരു പെൺകുട്ടി വേണ്ട. അബ്രഹാമിന് പ്രായമായി, വാർദ്ധക്യമൊക്കെ ആയി. അതുകൊണ്ടാണ് അബ്രഹാം താൻ പാർക്കുന്ന ദേശത്തുനിന്ന് ഒരു പെൺകുട്ടിയെ എടുക്കാതെ തൻ്റെ മകന് പെണ്ണെടുക്കാൻ വിശ്വസ്തദാസനായ എലയാസറിനെ ദൂരേക്ക് സ്ഥലവും ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു വിടുകയാണ്. താൻ പാർക്കുന്ന ദേശത്ത് മുഴുവൻ കനാന്യ ജാതികളാണ്, സൗന്ദര്യമുള്ള വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് ദൈവത്തെ അറിയില്ല, സത്യദൈവത്തെ അറിയില്ല, വീണ്ടും ജനിക്കാത്തവരാണ്. അതുകൊണ്ട് അവർ ആരും തൻ്റെ മകന് ഒരു പെൺകുട്ടിയായി അനുയോജ്യമല്ല. അതുകൊണ്ട് അബ്രഹാം എലയാസറിനെ പറഞ്ഞു വിടുമ്പോൾ വളരെ വ്യക്തമായി ഒരു തീരുമാനത്തോടെയാണ് വിട്ടത്. എന്താണ് അബ്രഹാമിന്റെ തീരുമാനം? എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ വേണം, പക്ഷെ ആ പെൺകുട്ടി സത്യദൈവത്തെ അറിയുന്ന വീണ്ടും ജനിച്ചതായിരിക്കണം. അബ്രഹാമിന്റെ വിവാഹ ആലോചനയിലെ ആദ്യത്തെ പ്രയോറിറ്റി, പരിഗണന അതായിരുന്നു. നിങ്ങളുടെ തലമുറകൾക്ക് വിവാഹം ആലോചിക്കുന്ന തലമുറയ്ക്ക് ലഭിക്കേണ്ട പങ്കാളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താണ്? അവന്റെ ജോലി, സ്റ്റാറ്റസ്, ഇതൊക്കെയാണോ? അതോ നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ട ലൈഫ് പാർട്ട്ണർ വീണ്ടും ജനിച്ചവനായിരിക്കണം, ദൈവവൈതലായിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ പ്രയോറിറ്റി അതായിരിക്കണമെന്നാണ് തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ സംസാരിക്കുന്നത്. അബ്രഹാം എലയാസറിനെ വിടുകയാണ്. അങ്ങകലെ യൂഫ്രട്ടീസ് നദിക്കക്കരെ മെസപ്പൊത്തോമിയിലേക്ക് തൻ്റെ വിശ്വസ്ത ദാസനായ എലയാസറിനെ വിടുകയാണ്, മകന് വിവാഹം ആലോചിക്കുവാൻ. എന്താണ് അബ്രഹാം അങ്ങനെ ചെയ്യുന്നത്? അബ്രഹാം പറയും, അങ്ങകലെ ആ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ആ മെസൊപ്പൊത്തോമിയിലാണ് പണ്ട് തേജോമയനായ ദൈവം എനിക്ക് പ്രത്യക്ഷനായതും എന്നെ നടത്തിയതും. അതുകൊണ്ട് അവിടേക്ക് തന്നെ എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ എലയാസർ പോകണം. എലയാസറിന് ലൊക്കേഷനും കൊടുത്ത് അബ്രഹാം എലയാസറിനെ അയക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ
ദൈവാത്മാവ് നിങ്ങളോട് വളരെ ശക്തമായി പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വിവാഹം ആലോചിച്ചപ്പോൾ നീ ഇതാണോ പരിഗണന കൊടുത്തത്? ഇതാണോ ചിന്തിച്ചത്? അബ്രഹാം അങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കാൻ കാരണം? ഞാനിങ്ങനെ ചിന്തിച്ചു. ആദ്യത്തെ ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആദമും ഹവ്വായും, ഈ ആദമിനും ഹവ്വായ്ക്കും പൊതുവായൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? വേദപുസ്തകം പറഞ്ഞ ദൈവം അവരെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ ഈ സ്വരൂപം എന്ന വാക്കിനെ വളരെ ലളിതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഗുണവിശേഷം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം. അപ്പോൾ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗുണവിശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം ഇത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദമിന് ഹവ്വായ്ക്കും മാനവകുലത്തിൽ കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ദൈവം അവരെ സൃഷ്ടിച്ച നാളിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ആദമിലും ഹവ്വായിലും കോമണായി ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വരൂപം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗുണം എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ലാംഗ്വേജിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വഭാവം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ ഭാഷ പറഞ്ഞ ഇവർ രണ്ടുപേരും വീണ്ടും ജനിച്ചവരായിരുന്നു. അവർക്കാണ് ദൈവത്തിന്റെ സ്വഭാവമുള്ളത്. ആദമും ഹവ്വായും. സ്തോത്രം. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിച്ചാൽ അവിടെ ആദമിനെ ദൈവത്തിന്റെ മകൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആദ്യത്തെ വിവാഹം ദൈവമാണ് നടത്തിയത് ഏദേൻ പർദീസയിലെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്: ദൈവത്തിന്റെ മകനെ ദൈവത്തിന്റെ മകളെ കൊണ്ടാണ് ദൈവം വിവാഹം കഴിപ്പിച്ചത്. ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ അന്വർത്ഥമായിരിക്കുന്നത്. ദൈവം തന്റെ മകനായ ആദമിനൊരു പങ്കാളിയെ ദൈവം റെഡിയാക്കി കൊടുത്തപ്പോൾ ദൈവം എങ്ങനെയാ കൊടുത്തത്? ഒരു ദൈവമകളെയാണ് കൊടുത്തത്. സ്തോത്രം. ഇത് ആദ്യ കുടുംബത്തിൽ തന്നെ ദൈവം നമ്മെ പഠിപ്പിച്ച ഒരു പാഠമാണ്. എൻ്റെ സ്നേഹിത, നിന്റെ മകൾക്കൊരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവമകനായ നിന്റെ മകന്, ദൈവമകളായ നിന്റെ മകൾക്ക് വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വരൂപമുള്ള, ദൈവത്തിന്റെ ഗുണമുള്ള, ദൈവത്തിന്റെ സ്വഭാവമുള്ള ഒരു ദൈവമകളെയാണോ നീ ആലോചിച്ചത്? ഒരു ദൈവമകനെയാണോ നീ നോക്കിയത്? അതാണോ നീ പരിഗണന കൊടുത്തത്? ഇന്ന് നീ ചിന്തിക്കണം. അല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ സ്ട്രഗിളിന്റെ മുഴുവൻ കാരണം അവിടെയാണ്. വിവാഹ ആലോചനയിൽ തുടങ്ങിയ ദുരന്തമാണ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഇവിടെ തന്നെ ആരംഭിക്കും. നിങ്ങൾ അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഫ്യൂച്ചർ നോക്കുന്നെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കുന്ന ജീവിത പങ്കാളി വിവാഹ ആലോചനയുടെ പ്രയോറിറ്റിയായി വീണ്ടും ജനിച്ചതാണോ, ദൈവ പൈതലാണോ, ദൈവത്തിന്റെ മകനാണോ, ദൈവത്തിന്റെ മകളാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ ഒഴിവാക്കാം. അതിനായി നിങ്ങളുടെ കണ്ണു തുറക്കുവാൻ ഈ വചന പഠനം കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.